ഹലോ മക്കളെ, വെൽക്കം ടു എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? ഷനൂബ് സാറാണ്. എടാ, നമ്മൾ SSLC ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാഷേ പഠിക്കാൻ വല്ല ടിപ്സ് ഉണ്ടോ അല്ലെങ്കിൽ ട്രിക്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ലേ. നമുക്ക് എങ്ങനെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ജോഗ്രഫി പോലെയുള്ള ഭാഗങ്ങൾ ഈസി ആയിട്ട് പഠിക്കാം, ആ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ, ഒരുപാട് മെത്തഡോളജികൾ നമുക്ക് ഇതിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ നമുക്കതിൽ ഏറ്റവും എണ്ണമറ്റ വളരെ ചുരുങ്ങിയ ഏറ്റവും എഫക്റ്റീവായ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നോക്കി, ഇവിടെ പ്രധാനമായിട്ടും ഒരു 7 കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം എന്താണത്, കഥ പോലെ പഠിക്കുക. പക്ഷേ എങ്ങനെ ഈ കഥ പോലെ പഠിക്കുക? എടാ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. എടാ, നിങ്ങളത് കേട്ട് കേൾവി ഉണ്ടാകില്ല, കാരണം പുതിയ ചാപ്റ്ററാണ്, പുതിയ പുസ്തകമാണ്, നമ്മൾ ഇന്നത് തുടങ്ങുന്നേ ഉള്ളൂ. സോ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഒരു കാര്യം മനസ്സിലാക്കി തരാം. മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു മഴക്കാലമാണ്. ഇപ്പോൾ ഈ മഴ, ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏത് കാലാവസ്ഥാ മേഖലയിലാണ്, ഏത് ക്ലൈമാറ്റിക് റീജിയനിലാണെന്ന് ചോദിക്കുമ്പോൾ അത് മൺസൂൺ ആണ്. അപ്പോൾ നമുക്ക് കിട്ടി അല്ലേ. ഞാൻ മഴ പെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, സസ്യജാലങ്ങൾ ഉണ്ടാവും, അഥവാ വെജിറ്റേഷൻസ് ഉണ്ടാവും. യെസ്, അപ്പോൾ മൺസൂണിലുള്ള പ്രധാനപ്പെട്ട വെജിറ്റേഷൻസ് 2 എണ്ണമാണ്. ഒന്ന് എവർഗ്രീൻ ഫോറസ്റ്റും ഉണ്ട്, ഡെസിഡിയസ് ട്രീസും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി മഴ 50 മുതൽ 1000 വരെയാണ്. അപ്പം വെജിറ്റേഷൻ കിട്ടി 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? യെസ്, നിത്യഹരിതവനങ്ങൾ അഥവാ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ഇലപൊഴിയും കാടുകൾ അഥവാ ഡെസിഡിയസ് ട്രീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു, മൂന്നാമത്തേലേക്ക് കിടക്കുകയാണ്. എടാ, നല്ല രീതിയിൽ വെജിറ്റേഷൻ ഉണ്ട്, പച്ചപ്പുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് മനുഷ്യന്മാരോട് എന്ത് ചെയ്യും, അഗ്രികൾച്ചർ പോസിബിൾ ആയതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 തരം കൃഷികളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ അഥവാ തീവ്ര ഉപജീവന കൃഷിയാണ്. രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ സ്ഥാനമാറ്റ കൃഷിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്തു, മൺസൂൺ എന്ന് പറയുന്ന ഒറ്റ വാക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഇമാജിൻ ചെയ്ത് പഠിക്കാൻ കഴിയും അല്ലേ. മഴ 50 മുതൽ 1000 വരെ കിട്ടുന്നുണ്ട്. യെസ്, മഴ പെയ്തു, നല്ല രീതിയിൽ വെജിറ്റേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെ 2 വെജിറ്റേഷൻസ് ആണ്? ഒന്ന് എവർഗ്രീൻ അഥവാ നിത്യഹരിത വനങ്ങളും, രണ്ടാമത്തെ ഡെസിഡിയസ് ട്രീസ് അഥവാ ഇലവഴിയും കാടുകളാണ്. എടാ, അതിന്റെ ചുറ്റുമായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, കൾട്ടിവേഷൻ ചെയ്ത കൃഷി ചെയ്യും. 2 തരം അഗ്രികൾച്ചർ അവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? ഇന്റൻസീവ് അഗ്രികൾച്ചർ അഥവാ തീവ്ര കൃഷിയുമുണ്ട്, അതേപോലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ സ്ഥാനമാറ്റ കൃഷിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്നു. സോ മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ഇൻ ദിസ് വേൾഡ് അഥവാ ലോകത്തിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ ആണെന്ന് കൂടെ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഥ പോലെ ഇമാജിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, മാപ്പ് നോക്കി പഠിക്കാം. എന്താണ് ഈ മാപ്പ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ? എടാ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വേൾഡ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടാ, ഇതാണ് നമുക്ക് ഈ കൊല്ലം SSLC ജോഗ്രഫിയിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. 4 മാർക്കിന് നിർബന്ധമായിട്ടും ഷുവറായിട്ടും ചോദിക്കുമെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാപ്പാണ്. എടാ, മാപ്പ് നമ്മൾ എങ്ങനെ പഠിക്കുക? എന്താ റബ്ബേ, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇന്ത്യൻ മാപ്പ് പഠിച്ചു അല്ലേ, പബ്ലിക് എക്സാമിന് നമ്മൾ ലോക്കായി പോയൊരു ഏരിയ. പക്ഷേ ഇവിടെ വേൾഡ് മാപ്പ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പഠിക്കാനുണ്ടോ? അത്യാവശ്യം പഠിക്കാനുണ്ടടാ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടെൻഷൻ അടിക്കാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് കണക്ഷൻ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതിന് ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ കാണിച്ചു തരാം. എടാ, നോക്കിക്കോ, സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ഇന്ന് ലൈവിൽ അത് എടുക്കും. ഓക്കെ, എല്ലാവരും ലൈവിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഈ സാവന്ന കാലാവസ്ഥാ മേഖലയിൽ നമുക്കറിയാം, ആഫ്രിക്കയിൽ സാവന്ന എന്ന് വിളിക്കുന്നുണ്ട്, ബ്രസീലിൽ ക്യാമ്പോസ് എന്ന് വിളിക്കുന്നുണ്ട്, വെനസ്വലയിൽ ലാനോസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? ആഫ്രിക്ക എന്ന് പറയുന്ന ഇവിടെ സാ എന്നാലോചിച്ച് നോക്കി, സാവന്ന. രണ്ടാമത്തെ നമുക്ക് തെക്കൻ ബ്രസീൽ സൗത്ത് അമേരിക്കയിലാണ്, തെക്കൻ അമേരിക്കയിലാണ്. എടാ, ഈ ബ്രസീൽ എന്ന് പറയുന്നത് പന്ത് തട്ടിയിട്ട് മുളച്ച് നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ്. അതിന് കണക്ഷൻ ഉണ്ട്, അതൊക്കെ രാത്രി പറഞ്ഞു തരും. അതേപോലെ തന്നെ ഇവിടെ എന്താ, വെനസ്വലയിൽ കാണപ്പെടുന്ന ലാനോസ്. ഇതെങ്ങനെ കണക്ട് ചെയ്താക്കുന്ന ഇന്ന് രാത്രി ലൈവിൽ നമ്മൾ വിശദമായിട്ട് പറയും. സോ ഇവിടെ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, നമ്മൾ മൂന്നാമത് പോയിന്റ് ആക്കിയിട്ട് എഴുതുക. നമുക്കൊരു വലിയ വലിയ പാരഗ്രാഫ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് അതിനെന്ത് ചെയ്യും, പോയിന്റ് ആയിട്ട് പഠിക്കുക. നമ്മൾ നോട്ട് ഇപ്പോൾ ഇന്ന് നിങ്ങൾ ക്ലാസ് വന്നാൽ മനസ്സിലാവും, നമ്മൾ നോട്ട് മുഴുവൻ അങ്ങനെയാണ് എന്ത് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുള്ളത്. സോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. നാലാമത് കളർ ചെയ്ത് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് ചെയ്യാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ മാർക്ക് ചെയ്ത് പഠിക്കാം. ഇയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഹിസ്റ്ററി പോർഷനിലൊക്കെ പ്രത്യേകം പഠിക്കാൻ പറ്റും. നാലാമത് ഡെയിലി 10 മിനിറ്റ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ ഓരോ ദിവസവും 10 മിനിറ്റ് ജോഗ്രഫിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടോ? എത്ര ടഫ് എന്ന് പറയുന്ന ആൾക്കും അത് ഈസി ആയ സബ്ജക്റ്റ് ആയിട്ട് മാറും. അടുത്ത വീഡിയോ വഴി പഠിക്കുക എന്ന് വെച്ചാൽ ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഉണ്ടാവും, എങ്ങനെയായാലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ MS സൊല്യൂഷൻ ചാനലിന് ഒരുപാട് വീഡിയോകളുണ്ട്, ആ ഷോർട്ട് വീഡിയോകളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ഏരിയകൾ സിമ്പിളായിട്ട് പഠിക്കാനുള്ള കോഡുകൾ കണക്ഷനൊക്കെ കിട്ടും. അതേപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫി എന്ന് പറയുന്ന ഏരിയ വളരെ ഈസിയർ ആയിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതിൻ്റെ ഒരു ഏരിയ കണക്ഷനിലൂടെയും പാട്ടിലൂടെയും കോഡിലൂടെയൊക്കെ ഇമാജിൻ ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്ററുമായിട്ട് ഇന്ന് രാത്രി 7:00 ഞാൻ വരുന്നുണ്ട്. നിങ്ങളും വരണം. സോ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.